ക്രിസ്തുമസ് കഴിഞ്ഞെങ്കിലും പടക്കവിപണി സജീവമാണ്. പുതുവർഷത്തെ വരവേൽക്കുവാൻ കലയെക്കുട്ടി പടക്കങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയാണ് ഓരോരുത്തരും. ഏറ്റവും കൂടുതൽ പടക്കങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും എത്തുന്ന ശിവകാശിയിൽ മഴയായതിനാൽ പടക്കത്തിന്റെ ലഭ്യതയിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പടക്കങ്ങൾ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ന്യൂ ഇയറും ക്രിസ്തുമസും ഒക്കെ വന്നാൽ പിന്നെ പടക്കമില്ലാതെ എന്താഘോഷം എന്നാണ് നാട്ടിലെ ചൊല്ല്. അതുകൊണ്ട് തന്നെ പുത്തനെടുപ്പും മറ്റുമൊക്കെ വാങ്ങുന്നതിനൊപ്പം മലയോരത്ത് പടക്കവും നിർബന്ധമാണ്. ഇത്തവണ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് സജീവമായ പടക്കക്കടകൾ ഇപ്പോഴും സജീവമായി തന്നെ തുടരുകയാണ്. ക്രിസ്തുമസ് കഴിഞ്ഞെങ്കിലും ന്യൂ ഇയർ ഇങ്ങ് വരുന്നതല്ലേയുള്ളൂ. ഒച്ചയും ബഹളവുമില്ലാതെ എങ്ങനെ ന്യൂ ഇയറിനെ വരവേൽക്കും? അതിനാൽ ക്രിസ്തുമസിന് തുറന്ന പടക്കക്കടകൾ ഇതുവരെ അടച്ചിട്ടില്ല. ഇത്തവണ കച്ചവടവും മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വ്യാപാരികളും പറയുന്നു. വിപണി സജീവമായി പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വെച്ച് അപേക്ഷിച്ച് സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. കാരണം തമിഴ്നാട് ശിവകാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അവിടെ കഴിഞ്ഞ 10 ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് സാധനങ്ങൾ ഉൽപാദനം കുറവാണ്. അതുകൊണ്ട് ഐറ്റങ്ങൾ കുറഞ്ഞ് മാത്രമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ പടക്ക നിർമ്മാണം നടക്കുന്ന തമിഴ്നാട് ശിവകാശിയിൽ മഴയായതിനാൽ വെറൈറ്റി പടക്കങ്ങളുടെ ലഭ്യതയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഉള്ള പടക്കങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. നല്ല ആഘോഷത്തിലാണ്. പക്ഷെ നമ്മുടെ ബിസിനസ് അത്ര അങ്ങോട്ട് പുരോഗമിക്കുന്നില്ല. എന്തായാലും ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ക്രിസ്മസ് ജാതി നടത്തുന്ന തന്നെ എല്ലാ ആളുകളും വളരെ ആഹ്ലാദപൂർവ്വമാണ് ഈ പ്രാവശ്യം പറയാറുള്ളത്. അതോടൊപ്പം പുതുവർഷം അടുക്കുന്നു. രണ്ടുപേരായപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം നല്ല സന്തോഷത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.